ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഷാലു വോയ്സിനൊപ്പം 2005 LPSA പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ ഒരു ചോദ്യം തന്നെ മാറ്റി ഫസ്റ്റ് തന്നെ 2003 എഴുത്തച്ഛൻ പുരസ്കാരം ചോദിച്ചത്. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് 2019 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആര് എന്നാക്കി. ഓപ്ഷൻസ് ശ്രദ്ധിക്കുക: OV വിജയൻ, M മുകുന്ദൻ, P സച്ചിദാനന്ദൻ, പൊൻകുന്നം വർക്കി. ശരിയായ ആൻസർ കണ്ടെത്തി എഴുതണം. ഞാൻ ഇതിന് എക്സ്പ്ലനേഷൻ തരുന്നത് 2-3 മേഖലകളും അതിൻ്റെ പുരസ്കാരങ്ങളുമാണ്. അപ്പോൾ ആൻസർക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഗണിതശാസ്ത്രത്തിലെ പ്രധാന പുരസ്കാരങ്ങൾ ഏതെല്ലാം? ആബേൽ പ്രൈസ്, ഫീൽഡ് മെഡല്, ഗോസ് പ്രൈസ്. ഇതൊക്കെയാണ് ഗണിതശാസ്ത്രത്തിലെ പ്രധാന പുരസ്കാരങ്ങൾ. അതുപോലെ ടെലിവിഷനുമായി ബന്ധപ്പെട്ട പ്രധാന പുരസ്കാരമാണ് എമ്മി അവാർഡ്. ക്ലിയോ അവാർഡ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? പരസ്യം അതുപോലെ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് ക്ലിയോ അവാർഡ്. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചോദ്യം: ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത സിനിമ അകലെ പാടമൊന്നൊരു വിലാപം, നിഴൽക്കൂത്ത്, വിധേയൻ. ഇങ്ങനെ 4 സിനിമകൾ തന്നു. ശരിയായത് നിങ്ങൾ കണ്ടെത്തുക. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, ആദ്യത്തെ കളർ ചിത്രം ഏതായിരുന്നു മലയാളത്തിൽ? കണ്ടം വെച്ച കോട്ട്. ആദ്യത്തെ ഡിജിറ്റൽ സിനിമ എന്ന് പറയുന്നത് മൂന്നാമതൊരാൾ. ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമ എന്ന് പറയുന്നത് ജീവിത നൗക. ആദ്യ ജനകീയ സിനിമയാണ് അമ്മ അറിയാൻ എന്നത്. അതുപോലെ ആദ്യ സ്പോൺസേഡ് സിനിമയാണ് മകൾക്കായി. ആദ്യമായി ഓൺലൈനിലൂടെ റിലീസ് ചെയ്ത സിനിമയാണ് സൂഫിയും സുജാതയും. അതുപോലെ പൂർണ്ണമായും ഔട്ട്ഡോറിൽ ചിത്രീകരിച്ച ആദ്യ സിനിമയാണ് ഓളവും തീരവും. ആദ്യത്തെ 70mm ഫീച്ചർ സിനിമ എന്ന് പറഞ്ഞത് പടയോട്ടമാണ്. ആദ്യ പുരാണ ചിത്രം പ്രഹ്ലാദയാണ്. ആദ്യ നിയോ റിയലിസ്റ്റിക് ചിത്രം ന്യൂസ് പേപ്പർ ബോയിയാണ്. ആദ്യ സിനിമാസ്കോപ്പ് ചിത്രം തച്ചോളി അമ്പു. അതുപോലെ ആദ്യ ഡോൾബി സ്റ്റീരിയോ ചിത്രം കലാപാനി. ആദ്യ DTS ചിത്രം മില്ലേനിയം സ്റ്റാഴ്സ്. ആദ്യ ജനകീയ സിനിമ ഞാൻ പറഞ്ഞു അമ്മ അറിയാൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത്: മലയാള കവിതാ സാഹിത്യ ചരിത്രം എന്ന കൃതി രചിച്ചത് N കൃഷ്ണപിള്ള, ഉള്ളൂർ S പരമേശ്വരയ്യർ, ഡോക്ടർ M ലീലാവതി, ഡോക്ടർ KM ജോർജ്. ഏതാണ് ശരിയായതെന്ന് കണ്ടെത്തുക. ഇതിനകത്ത് നമ്മൾ അഡീഷണലായിട്ട് കൊടുക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? എപ്പോഴും ചോദിക്കുന്നതാണ്. വാസന, വികൃതി. ചെറിയ കുട്ടികൾക്ക് ഭയങ്കര വികൃതിയായിരിക്കും ഓർക്കുക. ഓക്കെ. രാഷ്ട്രീയ നാടകം ഏതാണ്? പാഠം കൊടുത്തിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാവും, രാഷ്ട്രീയക്കാർ പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ പാട്ട ബാക്കി. സൈബർ നോവൽ ഏതാണ്? സൈബർ നോവൽ നൃത്തമാണ്, നൃത്തം ചെയ്യാം. ഓഡിയോ നോവൽ ഏതാണ്? ഇതാണെൻ്റെ പേര്. ഓഡിയോ നോവൽ ഇതാണെൻ്റെ പേര്. യാത്രാ വിവരണം ഏതാണ്? വർത്തമാന പുസ്തകം. അതുപോലെ ചരിത്ര നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മ. ആദ്യത്തെ നോവൽ ഏതായിരുന്നു? കുന്തലത. ആദ്യത്തെ ലക്ഷണമൊത്ത നോവലോ? ഇന്ദുലേഖ. ആദ്യത്തെ സന്ദേശകാവ്യം ഏതായിരുന്നു? ഉണ്ണിനീലി സന്ദേശം. ആദ്യത്തെ സംസ്കൃത സന്ദേശകാവ്യം ഏതായിരുന്നു? ശുക സന്ദേശം. ആദ്യത്തെ മഹാകാവ്യം എന്നറിയപ്പെടുന്ന ഏതായിരുന്നു? രാമചന്ദ്ര വിലാസം. ആദ്യത്തെ ഖണ്ഡകാവ്യമോ? വീണപ്പൂവ്. ആദ്യത്തെ തുള്ളൽ കൃതിയോ? കല്യാണ സൗഗന്ധികം. ഈ കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളലിന് ഉദാഹരണമാണ്, ഓർത്തു വെക്കണം. ആദ്യത്തെ പാട്ട് കൃതിയോ? രാമചരിതം. ആദ്യത്തെ ഖണ്ഡകാവ്യമോ? ആശാന്റെ വീണപ്പൂവ്. ആദ്യത്തെ അപസർപ്പക നോവലാണ് ഭാസ്കരമേനോൻ. ആദ്യത്തെ ചവിട്ടുനാടകം ഏതാണ്? കാറൽമാൻ ചരിതം. ഓക്കെ. ഇനി ഒട്ടകങ്ങൾ പറഞ്ഞ കഥ എഴുതിയതാരാണ്? GS ഉണ്ണികൃഷ്ണൻ. ഏതെങ്കിലും ഒന്ന് അവിടെ കിടക്കട്ടെ. ഒട്ടകങ്ങൾ പറഞ്ഞ കഥ GS ഉണ്ണികൃഷ്ണൻ. അടുത്തത്: നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിലവിൽ വന്ന വർഷം ഏതാണ്? ഇതിന് തന്നെയാണ് നമ്മൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്നുള്ള പേരിലും അറിയപ്പെടുന്നത്. ഇനിയിപ്പോൾ 2022 കൂടിയിട്ട് വീണ്ടും വിദ്യാഭ്യാസ നയം വരുന്നുണ്ട്. തന്നിട്ടുള്ള വർഷങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. 1986, 62, 90, 87. ശരിയായത് കണ്ടെത്തി എഴുതുക. ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാണ് ഈ IED കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം, അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് പ്രാധാന്യം ലഭിച്ചത്. അതുപോലെ OBB നടപ്പിലാക്കുന്നതൊക്കെ
87 88 ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഈ OBB നടപ്പിലാക്കിയ എന്തിനാന്ന് ചിലർക്ക് ഒരു കൺഫ്യൂഷൻ വരും. പ്രാഥമിക വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുക, പ്രാഥമിക വിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക, അല്ലാതെ ഹയർ സെക്കൻഡറിക്കല്ല. നമ്മൾ പറയല്ലോ SSA നടപ്പിലാക്കിയത് പ്രൈമറി, ഹയർ സെക്കൻഡറിക്കാണെങ്കിൽ അതാണ് RMS. അപ്പോൾ OBB മുഖ്യമായിട്ട് ലക്ഷ്യം വെച്ചത് പ്രൈമറി എഡ്യൂക്കേഷനിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുക എന്നത്. അടുത്ത ചോദ്യം നോക്കി. 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള ഭാരതത്തിലെ എല്ലാ കുട്ടികൾക്കും ജീവിതഗന്ധിയായ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര്. ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. IEDC, ICDS, SSA, MLL. ഇതിനകത്ത് ശരിയായ ആൻസർ നിങ്ങൾ കണ്ടെത്തുക. SSA നടപ്പിലാക്കുന്നത് എന്നായിരുന്നു? 2000-2001 ഓക്കെ. ഇപ്പോൾ SSAക്ക് പകരം സർവശിക്ഷ അഭിയാന് പകരം കേരളത്തിൽ നടപ്പിലാക്കുന്ന എന്താണ്? സമഗ്ര ശിക്ഷ കേരള പദ്ധതിയാണ്. ഓക്കെ. ICDS എന്താണ്? 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ഉന്നമനത്തിനാണ് കൂടുതലായിട്ടും പ്രവർത്തിക്കുന്നത്. അംഗൻവാടികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഏതിൻ്റെ കീഴിൽ വരുന്നതാണ്? മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളാണ്. അടുത്തത് കൂട്ടത്തിൽ പെടാത്തതേത്? വന്ദന ശിവ, മേധാ പട്കർ, സുന്ദർലാൽ ബഹുഗുണ, MS സ്വാമിനാഥ്. ഈ ഇതിനകത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയും MS സ്വാമിനാഥ് യൂണിവേഴ്സിറ്റി ചെന്നൈയിലാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകനാണ്. മേധാ പട്കർ നർമ്മദാ ബച്ചാവോ ആന്തോളൻ, സുന്ദർലാൽ ബഹുഗുണ ചിപ്കോ പ്രസ്ഥാന. അപ്പം മേധയുടെ നർമ്മം കേട്ട് സുന്ദരൻ ചിരിച്ചു എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ. വന്ദന ശിവയും പ്രശസ്തയായ ഒരു പരിസ്ഥിതി പ്രവർത്തക കൂടിയായിരുന്നു. അടുത്ത് നോക്കൂ. അടുത്ത ചോദ്യം ഇതാണ്. ചതുർവിധ അഭിനയങ്ങളിൽ കഥകളിൽ ഇല്ലാത്തത്. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് വാചികം, ആഹാര്യം എന്നൊക്കെ പറഞ്ഞ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓപ്ഷൻ ശ്രദ്ധിക്കുക. നമുക്കിതിൻ്റെ കൂട്ടത്തിൽ എന്താ കൂട്ടിച്ചേർക്കാൻ പറ്റുന്നുള്ളത് നോക്കാം. ഇപ്പോൾ സാരംഗിയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരെല്ലാം നിങ്ങളെടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആരൊക്കെ എഴുതാം? ഉസ്താദ് സാബ്രി ഖാൻ, പണ്ഡിറ്റ് രാം നാരായണൻ, സുൽത്താൻ ഖാൻ, ഇവരൊക്കെ സാരംഗിയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഇനി തബലയുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തികളാണ് അല്ലാരക്ക ഖാന്, സക്കീർ ഹുസൈൻ. അപ്പോൾ അല്ലാരക്ക, സക്കീർ ഹുസൈൻ എന്താണ്? തബലയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ സാരോദുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അംജദ് അലി ഖാൻ. ഇത് ഇടയ്ക്ക് ചോദിക്കലുണ്ട് കേട്ടോ. അംജദ് അലി ഖാൻ സാരോദുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അതുപോലെ ബിസ്മില്ല ഖാൻ ഷെഹനായുമായി ബന്ധപ്പെട്ടതാണ്. പണ്ഡിറ്റ് രവിശങ്കർ സിത്താറുമായി ബന്ധപ്പെട്ടതാണ്. ഓർത്തു വെക്കണം. അടുത്ത ചോദ്യം ഇതാണ്. കുട്ടി അധ്യാപകൻ ഏൽപ്പിക്കുന്ന പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നു. ഇതിനെ വിലയിരുത്തുന്നത്. ചോദ്യം ശ്രദ്ധിക്കുക, ആൻസറും ശ്രദ്ധിക്കുക. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 വിലയിരുത്തപ്പെടുന്നില്ല. ഇത് ഞാൻ കറക്റ്റായിട്ട് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്, വിലയിരുത്തില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് LP UPക്ക് HSAക്ക് ഇതിനൊന്നും ഒരു വിലയിരുത്തലില്ല കേട്ടോ. ആ 2 വീഡിയോ നിങ്ങൾ കാണുക, വാല്യുവേഷൻ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇവിടെ വിശദീകരിച്ച സമയം കളയണ്ടല്ലോ. ശരിയായ പദം ഏത്? അജ്ഞനം. എനിക്ക് വായിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ശരിക്കും ഒന്ന് വായിച്ചെടുക്കുക. അജ്ഞനം, അഞ്ജനം, അജ്ഞനം കേട്ടോ. അപ്പോൾ ശരിയായത് നിങ്ങൾ കണ്ടെത്തുക. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മ, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കേരളവർമ്മ വലിയ കോഴിത്തമ്പുരാൻ, M രാജരാജവർമ്മ. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേരള തുളസിദാസ് വെണ്ണിക്കുളം ഗോപാലനെ ഓർക്കണം നിങ്ങൾ. അതുപോലെ കേരള ഹെമിംഗ്വേ MTയെ ഓർക്കണം. കേരള മോപ്പസാം തകഴിയെ ഓർക്കണം. ഓക്കെ. ബാക്കിയുള്ളതൊക്കെ ഓർത്തു വെക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള ആളുകളെ. ഊഷ്മാക്കൾ എന്ന വിഭാഗത്തിൽ പെടുന്ന അക്ഷരം ഒന്ന് പോസ് ചെയ്ത് കാണണം. ശരിയായ അക്ഷരം. ലീലാവതി എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ആര്യഭടൻ, ബൗദ്ധായനാണ്, രാമാനുജനാണ്, ഭാസ്കരാചാര്യരാണ്. ശരിയായ ഓപ്ഷനൊക്കെ നോക്കിയിട്ട് എഴുതുക. സൂര്യ സിദ്ധാന്തം രചിച്ചത് ആര്യഭടനാണെന്നുള്ളത് ഓർത്തു വെക്കണം. എപ്പോഴും ചോദിക്കണം. രാമാനുജൻ സംഖ്യ 1729 എപ്പോഴും ഓർത്തു വെക്കണം. എന്തിനൊക്കെ സ്ക്വയറാണ് ക്യൂബാന്നുള്ളത് ഓർക്കണം കേട്ടോ. പരമാണു സിദ്ധാന്തം ഉന്നയിച്ച പുരാതന ഭാരത ദാർശനികൻ ജൈമിനി, പതഞ്ജലി, ചർവാകൻ, കണാദൻ. ശരിയായത് എഴുതുക. എമിലി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് നമുക്കറിയാം. ഈ പെസ്റ്റലോസിയാണ് വാക്കുകൾക്ക് മുമ്പ് വസ്തുക്കൾ,
അതുപോലെ ഇദ്ദേഹം തന്നെയാണ് എഴുത്തിന് മുമ്പ് വായന. ഇതൊക്കെ ഇങ്ങനെയുള്ള വേർഡ്സൊക്കെ ഉപയോഗിച്ചത്. ചില ബുക്കിലൊക്കെ അത് കാണാറുണ്ട്, കൊമിനിയസ് എന്ന്. ശരിക്കും ഇദ്ദേഹമാണിത് ഉപയോഗിച്ചത്. ഫ്രോബൽ കളിരീതി നമുക്കറിയാം. ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെടാത്ത ഭാഷ ഏതാണ്? ബ്രാഹുയി, തമിഴ്, കന്നഡ, ഹിന്ദി. തമിഴ് ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പഴയ ഭാഷയാണ്. പുതിയതാണ് മലയാളം. മൂല്യനിർണ്ണയത്തിൽ ഇന്ന് അപ്പർ പ്രൈമറി തലത്തിൽ പാർട്ട് 1 സ്വീകരിച്ചിരിക്കുന്ന ഗ്രേഡിംഗ് സമ്പ്രദായം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണുക. ഓപ്ഷൻസ് നോക്കിയിട്ട് അറ്റൻഡ് ചെയ്യുക. അതിനകത്ത് ഞാൻ ഗ്രേഡിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. 1425 എത്ര കൂട്ടിയാൽ 4 കൊണ്ട് നിശേഷം ഹരിക്കാം? പോസ് ചെയ്ത് നിർത്തിയിട്ട് കാണണം. 3, 1, 4, 2. 453 സമം 23, 738 സമം 29, 527 സമം 17 ആണെങ്കിൽ 246 സമം എന്ത്? 26, 25, 14, 12. നിർത്തിവെച്ച് കാണണേ. അടുത്തൊരു ശ്രേണിയാണ്. 0, 1, 3, 6, 10 ആണെങ്കിൽ അടുത്ത സംഖ്യ ഏത്? 8, 9, 15, 16. അടുത്ത ചോദ്യം നോക്കി. 2, 1/4 കൂട്ടണം 5, 3/8 കൂട്ടണം 2, 3/8 സമം എന്താണെന്നാണ് ചോദിച്ചത്. ആൻസറുകൾ നോക്കുക, ശരിയായത് എഴുതുക. ഒരു കാർ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് 40 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 40 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 10 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. എന്നാൽ യാത്ര ആരംഭിച്ച സ്ഥലത്ത് നിന്ന് കാർ ഇപ്പോൾ എത്ര അകലെയായിരിക്കും? ഏറ്റവും നല്ല മാർഗ്ഗം ഡയറക്ഷൻ വരയ്ക്കുക, വരച്ചിട്ട് നോക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കിട്ടും. ഓക്കെ, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള അളവൊക്കെ കാണുന്നത് നിങ്ങൾക്ക് അറിയണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻസർ കീ ഒക്കെ നോക്കുക. എപ്പോഴും ഇങ്ങനെ ഡയറക്ഷനിലുള്ള 2 ചോദ്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്ത് വെക്കണം. അതിനകത്ത് 1 വരും കേട്ടോ. 2 ഡയറക്ഷനിൽ ഇടത്തോട്ടുള്ളതും വലത്തോട്ടുള്ളതും ചെയ്ത് വെക്കുക. അടുത്ത 50 പൈസ 9 രൂപയുടെ എത്ര ഭാഗമാണ്? 50-ൽ 1, 18-ൽ 1, 45-ൽ 1, 50-ൽ 9. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ട് വേണം അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. കാട് കയറി ഗണിതം ചിന്തിക്കേണ്ട ആവശ്യമില്ല. അടുത്ത് ഒരു കച്ചവടക്കാരൻ 49 രൂപയ്ക്ക് പേനകൾ വാങ്ങി. അതിൽ 10 പേന മറ്റൊരാൾക്ക് 50 രൂപയ്ക്ക് വിറ്റപ്പോൾ 30 രൂപ ലാഭം കിട്ടി. എന്നാൽ കച്ചവടക്കാരൻ വാങ്ങിയ പേനയുടെ എണ്ണം എത്ര? ഞാൻ നമ്മുടെ ചാനലിൻ്റെ തുടക്കത്തിലേ പറയലുണ്ട്, കച്ചവട ഗണിതം ഇത് പഠിച്ചു വെക്കണം. കിട്ടാത്ത ടോപ്പിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യുക. അതൊക്കെ നമുക്ക് ചെയ്യാം ഇനി കേട്ടോ. 10, 14, 12, 8. നിങ്ങളുടെ വീട്ടിലുള്ള ചെറിയ കുട്ടി അവൻ്റെ സഹപാഠിയെപ്പറ്റി പരാതി പറയുന്നു. ഇതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? കുട്ടിയെ പരാതി പറഞ്ഞതിന് ശിക്ഷിക്കും. സഹപാഠിയുടെ രക്ഷിതാക്കളോട് പരാതി പറയും. സഹപാഠിയെ പിടിച്ച് ശിക്ഷിക്കും. 2 കുട്ടികളോടും സൗഹൃദ നിലയിൽ സംസാരിച്ച് അവരെ സുഹൃത്തുക്കളാക്കും. ഇനി അടുത്ത കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഓപ്പറേഷൻ ബ്ലൂ തണ്ടർ. നമുക്കറിയാം, ശരിയായത് എഴുതുക. ദി ഇൻസൈഡർ എന്ന നോവൽ രചിച്ച പ്രധാനമന്ത്രി ആരാണ്? ഇതിൽ അടൽ ബിഹാരിയുടെ ബഹുമാനാർത്ഥം വന്നത് ഓർക്കുക. ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഗരീബി ഹട്ടാവോ, അതുപോലെ 20 പരിപാടികൾ ഓർക്കുക. നെഹ്റുവിനെ ഓർക്കുക. പഞ്ചശീലം പഞ്ചവത്സരമൊക്കെ ഓർത്ത് വെക്കുക. PV നരസിംഹറാവു പുത്തൻ സാമ്പത്തിക നയം 1991 കൊടുന്നതും നിങ്ങൾ ഓർത്തു വെക്കുക. ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്? അതിനകത്ത് സുപ്രീം കോടതി ഉണ്ട്, പാർലമെൻ്റ് ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്, പ്രധാനമന്ത്രി ഉണ്ട്. ഇത് 4 എന്ത് എന്നുള്ളത് ഓർക്കണം. ഈ 4 ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ വരും. ഇന്ത്യയിൽ അല്ലാത്തത് ഏത്? ഹാങ്ങിങ് ഗാർഡൻ, ഈഡൻ ഗാർഡൻ, മുഗൾ ഗാർഡൻ, ഷാലിമാർ ഗാർഡൻ. എപ്പോഴും ഇങ്ങനെയുള്ള ഒരു ബേസിക് ഫാക്റ്റ് നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അടുത്തത്, കേന്ദ്ര സർക്കാരിൻ്റെ റവന്യൂ വരുമാനത്തിൽ മുഖ്യ പങ്ക് വരുന്നത്. ഇതിപ്പോൾ മാറിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ഇതിനകത്തുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. കോർപ്പറേറ്റ് ടാക്സ്, അതുപോലെ എന്താ പറയുക, കുത്തക ടാക്സ്. ഇതൊക്കെയാണ് എന്ത്? കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ വരുമാന മാർഗം. ഇതിനകത്തുണ്ട് കോർപ്പറേഷൻ നികുതിയിൽ നിന്നാണ്. ഇതിനകത്ത് കോർപ്പറേഷൻ നികുതിയിൽ നിന്നാണെന്നേ ഉള്ളൂ. എക്സൈസ് നികുതി, കസ്റ്റംസ് ഡ്യൂട്ടി, വിൽപ്പന നികുതി. ശരിയായത് കണ്ടെത്തുക. ഈ ചോദ്യം ഇങ്ങനെ തന്നെ വായിക്കണത്. ഇപ്പം നിങ്ങളൊന്ന് ബ്രേക്ക് ചെയ്യണം. എന്തായിരിക്കും ഞാനിവിടെ ഉദ്ദേശിച്ചത്? അതായത് പുതിയ നികുതി മാർഗം എന്ത് എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് അത്രയേ ഉള്ളൂ.
അടുത്ത ചോദ്യം, ലാൽ ബഹദൂർ ശാസ്ത്രിയും പാക് പ്രസിഡന്റ് അയ്യൂബ് ഖാനും ഇന്ത്യ പാക് സന്ധിയിൽ ഒപ്പുവെച്ചത് എവിടെ വെച്ചായിരുന്നു? ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനമാണ് ഇതിനകത്ത് തന്നിട്ടുള്ളതിൽ. തഷ്കൻഡ്, ജനീവ, കറാച്ചി, ലഡാക്ക്. ഓക്കെ, ഇവിടുന്ന് ഇദ്ദേഹം 1966 അന്തരിക്കുന്നുണ്ട്, അതൊന്ന് ഓർത്തു വെക്കണം. 8 അയൽ സംസ്ഥാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, UP ഉണ്ട്, ആസാം ഉണ്ട്. തേയില ആസാമിലാണ്, ഓർത്തു വെക്കണം. ഇന്ത്യയുടെ വനാഞ്ചലാണ് മധ്യപ്രദേശ്. ജനസംഖ്യ കൂടുതൽ, അരി കൂടുതൽ, ഗോതമ്പ് കൂടുതൽ UP ആണ്. പരിഹരണപ്പം കൺഫ്യൂഷൻ വന്നില്ല, പശ്ചിമ ബംഗാളാണ് കേട്ടോ. വസന്ത സമരാത്ര ദിനം എന്നാണ്? അതായത് വേണൽ ഇക്വിനോക്സ്. സൂര്യപ്രകാശം ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് നേർരേഖയിൽ പതിക്കുമ്പോൾ 2 അർദ്ധഗോളങ്ങളിലും രാവും പകലും തുല്യമാവുന്നതാണ് സമരാത്രം. അതിനകത്ത് മാർച്ച് 21, സെപ്റ്റംബർ 23, ഡിസംബർ 22, ജൂൺ 21. ഇതിനകത്ത് ഡിസംബർ 22 എന്ന് പറയുന്നത് ദക്ഷിണായനാന്തവും ജൂൺ 21 ഉത്തരായനാന്തവും. അതായത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ ദൈർഘ്യമേറിയ പകൽ ഉണ്ടാകുന്നത് ജൂൺ 21നും ഡിസംബർ 22നാണ് ഇന്ത്യയിൽ ദൈർഘ്യമേറിയ രാത്രി ഉണ്ടാകുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അടിസ്ഥാനമാക്കിയിരിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ചിലപ്പോൾ ചുരുക്കി തരും, IST എന്ന് പറയും. 82 ഡിഗ്രി പശ്ചിമ രേഖാംശം, 82 ഡിഗ്രി പൂർവ്വ രേഖാംശം, 80 ഡിഗ്രി പൂർവ്വരേഖാംശം, 83 ഡിഗ്രി. പൂർവ്വരേഖാംശം എന്ന് പറഞ്ഞാൽ കിഴക്കാന്നുള്ളൊരു ധാരണ ഉണ്ടാക്കി വെക്കണം. അതുപോലെ പശ്ചിമരേഖാംശം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറാന്നുള്ളത് ഓർത്തു വെക്കണം. അടുത്ത, ഇന്ത്യൻ ഭരണഘടനയുടെ കരടു നിർമ്മാണ കമ്മിറ്റി അധ്യക്ഷൻ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയും. ചിലപ്പോൾ അങ്ങനെ ആ ചോദ്യം അങ്ങനെ തന്നെ വരും, ഡ്രാഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞു വരും. അത് ഒരു പ്രാവശ്യം അഹിംസാ ദിനം ചോദിച്ചത് നോൺ വയലൻസ് ഡേ എന്ന് പറഞ്ഞാണ് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ മംഗ്ലീഷാക്കി വരുന്നത് നമ്മൾ ഓർത്തു വെക്കണം. അതുപോലെ ദ സൈലന്റ് സ്പ്രിംഗ് എന്നുള്ള നോവലിനെ ചോദിച്ചത് നിശബ്ദ വസന്ത രചിച്ചതാര്? അപ്പോൾ ഇങ്ങനെയുള്ള ടേംസ് വരുമ്പോൾ നിങ്ങൾ നോക്കണം. തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കുക. രാജേന്ദ്ര പ്രസാദ്, BN റാവു, ഡോക്ടർ അംബേദ്കർ, KM മുൻഷി. KM മുൻഷിനെ എപ്പോഴും ചോദിക്കുന്നതാണ് വനമഹോത്സവം, ഓർത്തു വെക്കണം. ഇന്ത്യയുടെ പൂർവ്വതീര സമതലത്തിൻ്റെ തെക്കൻ അർദ്ധഭാഗമാണ്. പൂർവ്വതീരം എന്ന് പറഞ്ഞല്ലോ, കിഴക്ക് ഭാഗം. എടുത്തു നോക്കുമ്പോൾ കൊങ്കൺ തീരം, ഉത്തര സർക്കാർസ്, മലബാർ തീരം, കോറമണ്ടൽ തീരം. ശരിക്കും ഓർത്ത് വെക്കുക. പശ്ചിമ തീരം, പൂർവ്വതീരം അറിയാത്തവരുണ്ട്. പശ്ചിമ തീരത്തുള്ള തുറമുഖങ്ങളാണ് നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് അറബിക്കടലിനോട് ചേർന്നിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് ഏതൊക്കെ പറയാം? മഹാരാഷ്ട്രയിൽ മുംബൈ, മർമഗോവ, അതുപോലെ നമ്മുടെ കർണാടകയിൽ മംഗലാപുരം, കേരളത്തിൽ കൊച്ചി, തമിഴ്നാട് ഇല്ല, കേരളത്തിൽ കൊച്ചി, ഇതൊക്കെ പറയാം. അതുപോലെ മഹാരാഷ്ട്രത്തിൻ്റെ നവാശേവ, ഗുജറാത്തിലെ കാണ്ടില, കച്ച്, ഇതൊക്കെ തുറമുഖങ്ങളാണ്. പൂർവ്വതീര തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് ഏതൊക്കെ പറയാൻ പറ്റും? ഒന്ന് പശ്ചിമ ബംഗാൾ, കൊൽക്കത്ത, ഹാൽഡിയ പറയാം. ഒഡീഷയിൽ പറയാം, പാരദ്വീപ്. അതുപോലെ പോർട്ട് ബ്ലെയർ പറയാം, ആൻഡമാൻ നിക്കോബാറിൻ്റെ പോർട്ട് ബ്ലെയറിനെ പറയാം. അതുപോലെ തമിഴ്നാട്ടിൽ എണ്ണൂർ, ചെന്നൈ ഇതൊക്കെ പറയാം. തൂത്തുക്കുടിയൊക്കെ പറയാം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം, ഓർത്ത് വെക്കുക. കോഡ് ഒരൊറ്റ വാക്കിൽ ഇങ്ങനെയാണ്: കൊച്ചെ കണ്ടോ മുംബൈയിൽ നിന്നും വന്ന മംഗല മർമ്മ ജവാന്. കൊച്ചി, കണ്ടോ കാണ്ടില, മുംബൈ, മർമ്മഗോവ, എവിടെയെല്ലാം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ മംഗലാപുരം, ജവാനാർന, ജവഹർലാൽ നെഹ്റു, നവാശേവ. മറ്റേൻ്റെ കൂടെ ഞാൻ പറയുമ്പോഴേക്കും നമ്മൾ സമയം പോണു. അടുത്തത്, വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന് രൂപം നൽകിയ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനാണ്. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ആൽഫ്രഡ് വാഗ്നർ ഉണ്ട്, ഫ്രാൻസിസ് ബേക്കൺ ഉണ്ട്, അന്റോണിയോ സ്നൈഡർ, പെല്ലിഗ്രീനി, ഫ്രാൻകോയിസ് പ്ലാസറ്റ് ഉണ്ട്. കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? കാറ്റിനെ കുറിച്ചുള്ള പഠനം അനിമോമീറ്റർ. വായുവിൻ്റെ സഞ്ചാരമാണ് കാറ്റ്. ബ്യൂഫേർട്ട് സ്കെയിൽ ഉണ്ട്, കൊടുങ്കാറ്റ് രേഖപ്പെടുത്തുന്നത് ബ്യൂഫേർട്ട് സ്കെയിൽ എന്ന് പറയും കേട്ടോ. അനിമോളജി, കാറ്റിനെ കുറിച്ചുള്ള പഠനം നമുക്കറിയാം. ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം, ഹൈഗ്രോമീറ്റർ ആർദ്രത. ഇത് രണ്ടും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതാണ്. ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്നും താപം എത്തിച്ചേരുന്നത് ചാലനം വഴിയാണ്, സംവഹനം വഴിയാണ്, അഭിവഹനം വഴിയാണ്, വികിരണം വഴിയാണ്. ഈ വികിരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മാധ്യമമില്ലാതെ സഞ്ചരിക്കുന്നത്, ഓർത്ത് വെക്കുക. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്? പർവ്വതം, കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ചെങ്കൽ മണ്ണ്. ഈ ചെമ്മണ്ണിന് ചുവപ്പ് നിറം കിട്ടുന്നതുകൊണ്ടാണ് അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട്. ഇന്ത്യയിൽ കൂടുതലുള്ളതാണ് എക്കൽ മണ്ണ്. കേരളത്തിൽ കൂടുതലാണ് ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ്. മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശത്ത് കാണുന്ന മണ്ണാണ് ലാറ്ററൈറ്റ്. അന്തരീക്ഷ സ്ഥിതിയിലെ എല്ലാ വ്യതിയാനങ്ങളും സംഭവിക്കുന്ന അന്തരീക്ഷ പാളി.
സ്പിയറുകൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? തെർമോ, സ്ട്രാറ്റോ, ട്രോപ്പോ, മീസോ എന്നുള്ളത് ടിസ്മി എന്ന് പഠിച്ചു വെക്കുക. ടിസ്മി എന്ന് പറഞ്ഞാൽ ടി ട്രോപ്പോ, എസ് സ്ട്രാറ്റോ, എം മീസോ, ഐ അയണോ, പിന്നെ തെർമോ, എക്സോ. അതാണ് ടിസ്മി ടി ഇ എന്ന് പറയുന്നത്. എക്സോ ആണ് ശൂന്യാകാശം എന്ന് പറയുന്നത്. ചൂട് കൂടിയതാണ് തെർമോസ്ഫിയർ. പരമാവധികളുടെ വൻകര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇതിനകത്ത് അന്റാർട്ടിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ. കറുത്ത ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. ഏറ്റവും വലുത് ഏഷ്യ. വലുപ്പത്തിൽ 5-മനാണ് അന്റാർട്ടിക്ക. 6-മനാണ് യൂറോപ്പ്. ഏട്ടനെ ആരോ വന്ന് തല്ലിയപ്പോൾ അമ്മ ഉടനെ ഓടി. ഇതാണ് വൻകരകളുടെ വലിപ്പക്രമം. ഏട്ടൻ ഏഷ്യ, ആരോ ആഫ്രിക്ക, വന്ന് വടക്കേ അമേരിക്ക, തല്ലി തെക്കേ അമേരിക്ക, അമ്മ എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക്ക, ഉടനെ പറഞ്ഞാൽ യൂറോപ്പ്, ഓടി പറഞ്ഞാൽ ഓസ്ട്രേലിയ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഈ ചോദ്യം നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ടതാണ്. ഇന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ചോദിച്ചത്. കാഞ്ചൻജംഗ ഉണ്ട്. അതുപോലെ ഗോഡ്വിൻ ആസ്റ്റിൻ ഉണ്ട്. K2 എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, പൂർണ്ണമായിട്ടും ഇന്ത്യയിലുള്ള വലിയ കൊടുമുടി കാഞ്ചൻജംഗ എന്നുള്ളതിൽ സംശയമില്ല. അടുത്ത ഓപ്ഷൻ എന്താ നമുക്ക് നോക്കാം. നന്ദാദേവി, നങ്ക് പർവ്വതം. ഹിമാലയാണ് ഏറ്റവും പുതിയ മടക്കുപർവ്വതം എന്നുള്ളത് ഓർത്തു വെക്കുക. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ്. ഇതൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ട്. കൃഷ്ണ, കാവേരി, ഗോദാവരി, നർമ്മദ. സർദാർ സരോവർ അണക്കെട്ട് നർമ്മദയിലല്ല ഓർക്കുക. കാവേരിയുടെ കേരളത്തിൽ നിന്നുള്ള പോഷക നദികളാണ് കബനി, ഭവാനി, പാമ്പാറ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇതിനകത്ത് ഒഡീഷ, ഗുജറാത്ത്, ബീഹാർ, തമിഴ്നാട്. തമിഴ്നാടിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? ചെന്നൈ. ഗുജറാത്തിൻ്റെത് പോർബന്ദർ. ഒഡീഷയുടേത് ഭുവനേശ്വർ. ബീഹാറിൻ്റെത് പാറ്റ്ന. മിക്ക ആളുകൾക്കും ഈ പാറ്റ്നയും ഭോപ്പാലും തെറ്റലുണ്ട്. മധ്യപ്രദേശിൻ്റെ ആണ് ഭോപ്പാൽ എന്നുള്ളത് ഓർത്തു വെക്കണം കേട്ടോ. അതുപോലെ കിഴക്കിൻ്റെ 7 സിസ്റ്റേഴ്സ് ഓഫ് ഈസ്റ്റ് എന്ന് പറഞ്ഞു. കിഴക്കിൻ്റെ 7 സഹോദരിമാരുടെ ക്യാപിറ്റലുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. വരയാടുകൾക്ക് പ്രസിദ്ധി ആർജിച്ച പ്രദേശമാണ് തേക്കടി, തട്ടേക്കാട്, രാജമല, സൈലന്റ് വാലി. ഇതിനകത്ത് ഇപ്പോൾ ഇരവിക്കുളം കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ആൻസർ എഴുതിയനെ. ഏതാണെന്ന് കണ്ടെത്തുക. തട്ടേക്കാട് പക്ഷി സങ്കേതം 1983 വന്നത്. 1984 സൈലന്റ് വാലി വന്നത്. തേക്കടിയുടെ പഴയ പേര് നെല്ലിക്കാമ്പെട്ടി വന്യജീവി സങ്കേതം എന്നായിരുന്നു. ഓർത്തു വെക്കുക. രാജമലയൊക്കെ ഇടുക്കിയിലാണ്. ഗവർണർ ജനറൽ പദവി വഹിച്ച ഇന്ത്യക്കാരൻ ആരാണ്? സി രാജഗോപാലാചാരി, സർദാർ വല്ലഭായ് പട്ടേൽ, വി കെ കൃഷ്ണമേനോൻ. ശരിയായ ആൻസർ കണ്ടെത്തുക. വി കെ കൃഷ്ണമേനോൻ മലയാളി എന്നുള്ളത് ഓർക്കണം. സർദാർ ബൽദേവ് സിംഗ്. അടുത്തത് 2001 സെൻസസ് പ്രകാരം ഇത് ഞാൻ പറയാം. 2011 സെൻസസിലും ഇത് തന്നെയാണ് സ്ത്രീകൾ കൂടുതലുള്ളത്. പശ്ചിമ ബംഗാൾ, കേരളം, ഉത്തർപ്രദേശ്, തമിഴ്നാട്. ഇതിനകത്ത് കേരളത്തിൻ്റെ കണ്ണൂർ ജില്ലയിലാണ് സ്ത്രീ പുരുഷാനുപാതം കൂടിയത് എന്നുള്ളത് ഓർക്കണം. 1133 ഓർക്കുക. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം എവിടെയാണ്? അതായത് IMFൻ്റെ ആസ്ഥാനം ജനീവ, വാഷിങ്ടൺ, ന്യൂയോർക്ക്, പാരീസ്. അമേരിക്കയുടെ ക്യാപിറ്റലാണ് വാഷിങ്ടൺ എന്നുള്ള ഓർക്കുക. അമേരിക്കയുടെ വ്യാവസായിക നഗരമാണ് ന്യൂയോർക്ക് എന്നുള്ള ഓർക്കുക. ഫ്രാൻസിൻ്റെ ക്യാപിറ്റലാണ് പാരീസ്. ഫാഷൻ നഗരം എന്നുള്ള പേര് പാരീസിനുണ്ട്. ഇന്ത്യൻ നാഷണൽ ആർമിക്ക് രൂപം കൊടുത്ത നേതാവാരാണ്? റാഷ് ബിഹാരി ബോസ്, സുഭാഷ് ചന്ദ്ര ബോസ്, CR ദാസ്, മദൻ മോഹൻ മാളവ്യ. അതായത് ദീനാബന്ധു, ദേശാബന്ധു നിങ്ങൾ ഇവിടെ ഓർക്കണം. ദീനാബന്ധു ആരാണ്? CF ആൻഡ്രോസ്. ദേശാബന്ധു CR ദാസ്. ദീനമായ ആൻഡ്രോസിനെ കാണാൻ ദേശത്ത് നിന്നും ദാസനെത്തി. അങ്ങനെ പഠിക്കുക. ആദ്യം നടന്നത് ഏതാണ്? നിവർത്തന പ്രക്ഷോഭം, ക്ഷേത്രപ്രവേശന വിളംബരം, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം. ഇതിനകത്ത് ശരിയായത് എഴുതുക. 1936 ക്ഷേത്രപ്രവേശന വിളംബരം. നവംബർ 12 ഓർക്കുന്നുണ്ടല്ലോ. വൈക്കം സത്യാഗ്രഹം 1924-25. ഗുരുവായൂർ എപ്പോഴാണെന്നുള്ളത് ഓർക്കുക കേട്ടോ. ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക് സംഖ്യ എന്നത് ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണമാണ്. ഇലക്ട്രോണിൻ്റെയോ പ്രോട്ടോണിൻ്റെയോ എണ്ണമാണ്. ന്യൂട്രോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണമാണ്. ന്യൂട്രോണിൻ്റെ എണ്ണമാണ്. ശരിയായത് കണ്ടെത്തുക. റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത്. ഇതിനകത്ത് 2 രീതിക്ക് ഇത് പഠിക്കണം. ഇത് തെറ്റായ ഒരു ചോദ്യം കൂടെയാണ്. കൃത്രിമ റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് മാഡം ക്യൂറിയാണ്. പിന്നെ ഇതിനകത്ത് ഹെൻറി ബെക്കറേൽ ഉണ്ട്, ഞാൻ പറയണില്ല. ആൽഫ്രഡ് നോബൽ ഉണ്ട്. പിന്നെ ചാഡ്വിക്ക് ഉണ്ട്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക്ക്. ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചത്
നോബേല്. അലസവാതകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഹീലിയം, ആർഗോൺ, ക്രിപ്റ്റോൺ, ഹൈഡ്രജൻ. ശരിയായത് അറിയാലോ. ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 1. ഹീലിയത്തിൻ്റെ 2. അന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായിട്ട് കാണുന്ന അലസവാതകം ആർഗോൺ. ബൾബിൽ നിറക്കുന്നത് ആർഗോൺ. ആസിഡുകളുടെ പൊതുഗുണങ്ങളിൽ പെടാത്തത് ഏതാണ്? ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു. അപ്പോൾ നീലനെ ചുവപ്പാക്കുക എന്നുള്ളത് നോക്കണം കേട്ടോ. ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ട്. വൈദ്യുത വാഹികളാണ്. പുളിരുചിയുണ്ട്. ശരിയായത് കണ്ടെത്തുക. ഫിനോഫ്തലിന് ആസിഡിലുള്ള നിറം എന്താണ്? മഞ്ഞ, നീല, ചുമപ്പ്, നിറമില്ല. സംഭരണ വേരുകൾക്ക് ഉദാഹരണം? ക്യാരറ്റ്, ചേന, ഉള്ളി, മഞ്ഞൾ. സംഭരണ വേര് പഠിക്കാനുള്ള നല്ല മാർഗം തന്നോ? സംഭരണ വേര് മുളക്കൂല എന്ന് ഓർക്കുക. ചേന മുളക്കൂലേ? ഇപ്പോൾ ഭൂഖണ്ഡ വേരാണ്. എന്നാൽ ക്യാരറ്റ് മുളക്കുണ്ടോ? അങ്ങനെ ഓർക്കുക. അടുത്ത ചോദ്യം, ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നത് പ്ലാസ്മയിലാണ്, അരുണ രക്താണുക്കളിലാണ്, ശ്വേതരക്താണുക്കളിലാണ്, പ്ലേറ്റ്ലെറ്റ്സിലാണ്. അരുണ രക്താണുക്കൾ 120 ദിവസം വരെ നിൽക്കുന്നു. ശ്വേതരക്താണുക്കൾ 13-14 ദിവസം വരെ നിൽക്കുന്നു. പ്ലേറ്റ്ലെറ്റ്സ് 3-4 ദിവസം വരെ അതിന് ആയുസ്സുണ്ട്. ഓർത്ത് വെക്കുക കേട്ടോ. മാരക വിഷമുള്ള കൂണാണ് ഏത്? കൂണ് പറഞ്ഞാൽ കുമിള്. ശവോപജീവിക്ക് ഉദാഹരണമാണ് കൂണ്. ഓർത്ത് വെക്കുക. ഫ്ലാബല്ലേറ്റസ്, സിട്രിനോ പൈലിയേറ്റ്സ്, വോൾവേസിയ, അമാനിറ്റ, ഫില്ലോഡിസ്. ശരിയായത് കണ്ടെത്തുക. കൂനെ. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്? പിത്തരസം എന്താ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ഏത് ഗ്രന്ഥിയാണെന്നാണ്? ചെറുകുടലിലെ ഗ്രന്ഥി. ശരിയായത് നോക്കുക. ആഗ്നേയഗ്രന്ഥി ഉണ്ട്. കരള്. കരളിൻ്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും വലിയ ആന്തരികാവയവമാണ് കരള്. ആമാശയഗ്രന്ഥി ഉണ്ട്. ആഹാര പദാർത്ഥത്തിലെ ജലം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് വൻകുടലിലാണ്, ചെറുകുടലിലാണ്, മലാശയമാണ്, ആമാശയമാണ്. അടുത്ത ഒരു തരുണാസ്ഥി മത്സ്യമാണ് മത്തി, കാർപ്പ്, സ്രാവ്, അയല. ഏറ്റവും വലിയ മത്സ്യമാണ് തിമിംഗല, സ്രാവ്. അടുത്തത്, ശരീരത്തിൽ ആകെയുള്ള നാഡികളുടെ എണ്ണം എത്ര? ശരീരത്തിൽ ആകെയുള്ള നാഡികളുടെ എണ്ണം 12, 31, 43, 52. ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ആസിഡാണ് ഡാഷ്. അസറ്റിക്, നൈട്രിക്, ഹൈഡ്രോക്ലോറിക്, സൾഫ്യൂരിക് ആസിഡ്. ആസിഡുകളുടെ രാജാവ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. ഡ്രൈ സെല്ലിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ആണ് ഡാഷ്. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസ്. സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്, അമോണിയം ക്ലോറൈഡ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, സോഡിയം ക്ലോറൈഡ് ഉണ്ട്. ശരിയായത് കണ്ടെത്തുക. അധികം വിശദീകരിക്കാത്ത നമ്മുടെ സമയം കളയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സമുദ്രങ്ങളുടെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? മെയ്സർ, എക്കോ സൗണ്ടർ, അൾട്ടിമീറ്റർ, ഓഡിയോമീറ്റർ. ശരിയായത് കണ്ടെത്തുക. ശബ്ദ മലിനീകരണത്തിന് കാരണമാവുന്ന ശബ്ദത്തിൻ്റെ തീവ്രത 120 ഡെസിബലിന് മുകളിലായിരിക്കും, 90 ഡെസിബലിന് താഴെയായിരിക്കും, 90 ഡെസിബലിന് മുകളിലായിരിക്കും, 90 ഡെസിബലിലായിരിക്കും. ശരിയായത് കണ്ടെത്തുക. അർദ്ധചാലകങ്ങളിലൊന്നാണ്. ഇതിന് ഞാൻ ഒരു കോഡ് ഇതാണ്. ബോറ ആൻറ്റി ജർമ്മനിയിലെ ആഴ്സണലിൻ്റെ ടെലുസിലെ പോളോ. പോറോ എന്ന് പറഞ്ഞാൽ ബൊറോൺ, ആൻറ്റി എന്ന് പറഞ്ഞാൽ ആൻറ്റിമണി, ജർമ്മനി പറഞ്ഞാൽ ജെർമേനിയം, ആഴ്സണലിൻ്റെ പറഞ്ഞാൽ ആഴ്സനിക്ക്, ടെലുസിലെ എന്ന് പറഞ്ഞാൽ ടെലു പറഞ്ഞാൽ ടെലൂറിയം, സിലെ എന്ന് പറഞ്ഞാൽ സിലിക്കൺ, പോളോ എന്ന് പറഞ്ഞാൽ പൊളോണിയം. ശരിയായത് എഴുതിക്കോളൂ ഇനി കേട്ടോ. ഞാൻ ഓപ്ഷൻ വായിച്ചിട്ടില്ല, നിങ്ങൾ നോക്കുക. മനുഷ്യശരീരത്തിലെ പേശികളില്ലാത്ത അവയവം ഏതാണ്? ഹൃദയം, ശ്വാസകോശം, വൃക്ക, കരള്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങുന്ന രേഖ ഏതാണ്? ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. റെഡ് ഡാറ്റ ബുക്ക്, ഗിന്നസ് ബുക്ക്, ലിംക ബുക്ക്, ജംഗിൾ ബുക്ക്. ജംഗിൾ ബുക്ക് ഒരു സിനിമയും കൂടിയാണ്. നമ്മുടെ കൻഹ നാഷണൽ പാർക്കുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സിനിമയും കൂടിയാണ് ജംഗിൾ ബുക്ക്. ഓർത്തു വെക്കുക. കൃത്രിമ ജീൻ നിർമ്മിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ്? ഹർ ഗോവിന്ദ് ഖൊരാനെ, സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ, EC ജോർജ് സുദർശൻ, MS സ്വാമിനാഥ്. ശരിയായത്. സർഗാത്മകത വളർത്താൻ അനുയോജ്യമല്ലാത്ത പ്രവൃത്തി ഏതാണ്? ശരിയായത് കണ്ടെത്തുക. ഞാനിതിന് വിശദീകരണം നൽകണില്ല, നിങ്ങൾ എന്നെ വായിച്ചെടുക്കുക. കാരണം ഞാൻ വായിക്കൽ നിങ്ങളുടെ വിശദീകരണം, എൻ്റെ വിശദീകരണം കൂടി ആകുമ്പോൾ ചിലപ്പോൾ സൈക്കോളജി ആകുമ്പോൾ മാറും. വായിച്ചു നോക്കുക കേട്ടോ. കിട്ടാത്ത ഭാഗമാണെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് നിർത്തിയിട്ട് വായിക്കുക.
സൈക്കോളജി നമ്മൾ A to Z 20-ാം തീയതി 21-ാം തീയതി മുതൽ ചെയ്യേണ്ട. മറ്റന്നാൾ സൈക്കോളജിയുടെ ഒരു ടെസ്റ്റ് അരമണിക്കൂർ ലൈവ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് കാണാൻ ശ്രമിക്കുക എല്ലാവരും. പിന്നെ എല്ലാവരും അറിഞ്ഞല്ലോ അല്ലേ, നമ്മുടെ കുടുംബത്തിൽ 5000 ആളുകളിൽ കൂടുതലായി 5K ആളുകൾ കഴിഞ്ഞു. അത് എൻ്റെ അംഗീകാരമല്ല കേട്ടോ, നമ്മുടെ അംഗീകാരമാണ്. അഭിക്ഷമത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂതകാലത്തെ പരിശീലനം കൊണ്ട് എന്ത് നേടിയിട്ടുണ്ട് എന്നതാണ്, വർത്തമാനകാലത്ത് എന്തു ചെയ്യാൻ കഴിയുമെന്നതാണ്, ഇപ്പോഴത്തെ പരിശീലനം കൊണ്ട് ഭാവിയിൽ എന്തു ചെയ്യാൻ കഴിയുമെന്നതാണ്. ഇതൊന്നുമല്ല. ലോകത്തിൽ ആദ്യമായി മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ച മനഃശാസ്ത്രജ്ഞനാണ്. ഇത് കേട്ട് മടുത്തിട്ടുണ്ടാവും അല്ലേ? ഓപ്ഷൻസൊക്കെ ശ്രദ്ധിക്കുക. ശരിയായത് കണ്ടെത്തി എഴുതുക. ഇനി ഞാൻ അങ്ങോട്ട് വല്ലാണ്ട് വായിക്കണില്ല. ഓക്കെ. ബുദ്ധിപരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഞാൻ ചോദ്യം വായിക്കണുള്ളൂ. ഓപ്ഷൻസ് ശ്രദ്ധിച്ച് എഴുതുക. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കളിപ്പാട്ടങ്ങളോട് സംസാരിക്കുന്നു. പിയാഷയുടെ അഭിപ്രായത്തിൽ ഈ കുട്ടി ഏത് ഘട്ടത്തിലാണ്? അപ്പോൾ നോക്കൂ, ഇത് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്ന് പറയുമ്പോൾ ആ ഏജും കൂടെ നിങ്ങൾക്ക് വെച്ച് നോക്കാം. ഇത് പ്രാക് സംക്രിയ ഘട്ടത്തിലാണ്, പുതിയൊരു പേര് കൊടുത്തു അല്ലേ, ഇന്ദ്രിയചാല ഘട്ടത്തിലാണ്, മൂർത്ത ചിന്തന ഘട്ടത്തിലാണ്, അമൂർത്ത ചിന്തന ഘട്ടത്തിലാണ്. അബ്രഹാം എച്ച് മാസ്ലോ അവതരിപ്പിക്കുന്ന മനുഷ്യാവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന തലം ഏതാണ്? ഓർത്ത് വെക്കണം എല്ലാവരും. ശരിയായത് ബഹുതല ബുദ്ധി സിദ്ധാന്തം അനുസരിച്ച് കളിമൺ രൂപം നിർമ്മിക്കുന്ന കുട്ടിയിൽ പ്രകടമാകുന്ന അല്ലെങ്കിൽ പ്രകടമായി കാണുന്ന ബുദ്ധിയുടെ തലം ഏതാണ്? ശരിയായത് കണ്ടെത്തി എഴുതുക. ഗാർഡനറുടെ ബുദ്ധി സിദ്ധാന്തം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാര്? ഗോൾമാന്, ലെവിന്. കുട്ടി ലെവിൻ എന്തിൻ്റെ ആളാണ്? ഫീൽഡ് തിയറിയുടെ ആളാണ്. സ്പിയർമാൻ ദ്വിഘടക സിദ്ധാന്തത്തിൻ്റെ ആളാണ്. ഗിൽഫോർഡ് ഉണ്ട്, ത്രിമുഖ സിദ്ധാന്തം. വിരൽ നുകരൽ എന്ന സമായോജന തന്ത്രമാണ് ഡാഷ്. ഇതിനകത്ത് ഈഗോസെൻട്രിക്. ആ ഓപ്ഷൻസൊക്കെ ഒന്ന് ശരിക്കും ശ്രദ്ധിക്കുക. അടുത്തത്, ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്രം അനുസരിച്ച് എല്ലാ മാനസികോർജ്ജങ്ങളുടെയും ഉറവിടമാണ്. ആൻസർ ശ്രദ്ധിക്കുക. ചിൽഡ്രൻസ് അപ്രീഷിയേഷൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നത് കുട്ടിയുടെ എന്തളക്കാനാണ് അവിടെ ചോദിച്ചത്? കാറ്റ്. ഉപജ്ഞാതാവ് ബല്ലാക്കാണ്, ഓർത്തു വെക്കുക, ബല്ലാക്ക്. ജീവിതത്തെ പ്രതിസന്ധി ഘട്ടങ്ങളായി വിഭജിച്ചുകൊണ്ടുള്ള സിദ്ധാന്തം രൂപീകരിച്ച മനഃശാസ്ത്രജ്ഞനാര്? കോൾബർഗ് എന്തിൻ്റെ ആളാണ്? മൊറാലിറ്റിയുടെ ആളാണ്. ഫ്രോയിഡ് ഉണ്ട്, മനോവിശ്ലേഷണം. എറിക്സൺ ഉണ്ട്, കാൾ റോജേഴ്സ് ഉണ്ട്. ഒരു കുട്ടി പൂച്ചയെ ഭയപ്പെടുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ സ്വീകരിക്കുന്ന ഉചിതമായ മാർഗം ഏതാണ്? ശരിയായത് നോക്കുക. സമാധാനത്തിൽ നോക്കിയിട്ട് വേണം സൈക്കോളജി അറ്റൻഡ് ചെയ്യാൻ. ഞാൻ കുറേ പറയണില്ല കേട്ടോ, കാരണം നമ്മൾ അല്ലാതെ വിശദീകരിക്കാൻ പോകുന്നതുകൊണ്ടാണ് പറയാത്തത്. അതുപോലെ അടുത്തത്, പദങ്ങൾ കൃത്യമായി എഴുതുന്നതിനോ വായിക്കുന്നതിനോ ഉള്ള കഴിവില്ലായ്മയാണ് ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, അഫാസിയ, ഡിസ്ഗ്രാഫിയ. ശരിയായത് എഴുതുക. ഇതും വൈകല്യങ്ങൾ എന്നുള്ള ടോപ്പിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു സമൂഹ ലേഖത്തിൽ പ്രത്യേക രഹസ്യ സംഘമായി കാണുന്ന വ്യക്തികളെ വിളിക്കുന്നത് ഏത് പേരിലാണ്? വളരെ വ്യക്തമായിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ട്. ഏകാഗികൾ, ശൃംഖലകൾ, അഞ്ചലവർത്തികൾ, ക്ലിക്കുകൾ. ദമനം ചെയ്യപ്പെട്ട വികാരങ്ങളുടെ വിരോചനം വഴി രോഗശാന്തി വരുത്തുന്ന മനഃശാസ്ത്ര ചികിത്സാ രീതി ഏതാണ്? വാക്യഘടനക്ക് തെറ്റാണ്. ശരിയായ ഓപ്ഷന് നോക്കിയിട്ട് അറ്റൻഡ് ചെയ്യുക. സമർത്ഥരായ സഹപാഠികളുടെയോ മുതിർന്നവരുടെയോ സഹായം പഠിതാവിനെ സ്വയം എത്തിച്ചേരാൻ കഴിയുന്നതിനേക്കാളും ഉയർന്ന വികാസ മേഖലയിൽ എത്തിച്ചേരാൻ സഹായിക്കും
എന്ന് സിദ്ധാന്തിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? ഇതിനെന്താ പറയുക? മോർ നോളജബിൾ അതേഴ്സ് എന്നതിൻ്റെ ഇംഗ്ലീഷ് ടേം. ചിലപ്പോൾ അങ്ങനെ ചോദിക്കും അത് കേട്ടോ. മോർ നോളജബിൾ അതേഴ്സ്. പിയാഷെ, ബ്രൂണർ, വൈഗോഡ്സ്കി, തേഴ്സ്റ്റൺ. സംഘഘടക സിദ്ധാന്തത്തിൻ്റെ ആളാണ് ആര്? തേഴ്സ്റ്റൺ. ഓർത്തു വെക്കുക. അപൂർണമായ രൂപങ്ങളിൽ പൂർണ്ണരൂപം ദർശിക്കാനുള്ള മനസ്സിൻ്റെ പ്രവണതയെ വിശദീകരിക്കുന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ഏതാണ്? അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേണ്ട വന്നതാണ്. വ്യവഹാരവാദം, ഗസ്റ്റാൾട്ട്, സാമൂഹ്യ സൃഷ്ടിയോന്മുഖവാദം, ജ്ഞാതൃ സിദ്ധാന്തം. ശരിയത് കണ്ടെത്തുക. അടുത്തത് മാതാപിതാക്കളെ ആശ്രയിക്കുന്നതിൽ നിന്നും പരതന്ത്രത്തിൽ നിന്നുമുള്ള മോചനം മുഖ്യ ആവശ്യമായി കാണപ്പെടുന്ന വികാസഘട്ടം. ശൈശവം, കൗമാരം, ആദ്യബാല്യം, ബാല്യം. പോസ്റ്റ് ചെയ്ത് കാണണേ. മനുഷ്യന് ജന്മസിദ്ധമായി ഭാഷ ആർജിക്കാനുള്ള കഴിവുണ്ടെന്ന് സിദ്ധാന്തിച്ച ഭാഷാശാസ്ത്രജ്ഞൻ ആരാണ്? നോക്കുക. ബ്രൂണർ, ഗാഗ്നെ, ബ്ലൂം, ചോംസ്കി. വൈജ്ഞാനികം, വൈകാരികം, പ്രവർത്തനം മേഖലകൾ തിരിച്ചത് ബെഞ്ചമിനസ് ബ്ലൂം. ഈ നോം ചോംസ്കി 2001 ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും വലിയ വൈയാകരൻ പാണിനി എന്ന് അഭിപ്രായപ്പെട്ടത് ഇദ്ദേഹമാണ്. പാണിനിയെ അഭിപ്രായപ്പെട്ടത്. അടുത്ത ഇംഗ്ലീഷാണ്. ഓൺ ഹൂ സീസ് ദ ബ്രൈറ്റ് സൈഡ് ഓഫ് തിങ്സ്. ഇതിനകത്ത് ഓപ്ഷൻ കൊടുത്ത് നോക്കുക. പെസിമിസ്റ്റ്, മിസോഗണിസ്റ്റ്, ഓപ്റ്റിമിസ്റ്റ്, മിസാന്ത്രോപിസ്റ്റ്. വി സ്വാം ഡാഷ് ദ റിവർ അഗെയിൻസ്റ്റ്, അക്രോസ്, അലോങ്, ഡൗൺ. ദേ ലുക്ക് ടു ദ പോട്ട് ഡാഷ് ദ ഓൾഡ് മാൻ. ഫോർ, ടു, ഇൻടു, അറ്റ്. സമാധാനത്തിൽ അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഹി വാസ് ഡിറ്റർമിൻഡ് ടു ട്രൈ ഡാഷ് ദെയർ ഐഡിയാസ്. ഫോർ, ഔട്ട്, ഓവർ, ഓഫ്. ദ ബേബി ഓഫ് ഹോഴ്സ് ഈസ് നോൺ ആസ്. നമുക്ക് ഇത് പറയുമ്പോൾ നിങ്ങൾ യങ് വണ്ണ്, സൗണ്ട്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. ഫോള്, കബ്, ബെന്നി, പിഗ്ലറ്റ്. ശരിയായത് കണ്ടെത്തുക. പ്ലീസ് ഡാഷ് യുവർ ഷൂ ആൻഡ് ബി കംഫർട്ടബിൾ. ടേക്ക് അപ്പ്, ടേക്ക് ഓഫ്, ടേക്ക് ബാക്ക്, ടേക്ക് ഡൗൺ. വിച്ച് ഈസ് റൈറ്റ്? ഹീ ഈസ് പ്രൗഡ് ഡാഷ് ഹിസ് വെൽത്ത്. പ്രൗഡിൻ്റെ കൂടെ കൂട്ടുന്ന ഒരു സംഗതി ഉണ്ട്, പറയണില്ല. വിത്ത്, ഫോർ, ഓഫ്, ടു. ഇംഗ്ലണ്ട് ഈസ് ഡാഷ് യൂറോപ്യൻ കൺട്രി. ദ യൂറോപ്യൻ കൺട്രി ആണോ, എ യൂറോപ്യൻ കൺട്രി ആണോ, ആൻ യൂറോപ്യൻ കൺട്രി ആണോ, അതോ നൺ ഓഫ് ദിസ് ആണോ? ശരി, അത് കണ്ടെത്തുക. ഹി ആസ്ക്ഡ് ദ ഗോൾഡ് സ്മിത്ത് ടു മേക്ക് എ റിംഗ് ലൈക്ക് ദ വൺ ഹി ഡാഷ്. ഇവിടെ ഇൻഹെറിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്രം ഹിസ് ഫാദർ. ഇൻഹെറിറ്റഡ്, ഹാസ് ഇൻഹെറിറ്റഡ്, ഹാസ് had inherited, was inherited. Last one, he has lodged a complaint against her. ശരിയത് കണ്ടെത്തുക. സിൻസ്, സ്റ്റില്, യെറ്റ്, ഓൾറെഡി. ചെറിയ ചെറിയ വാക്കുപിഴവൊക്കെ വരുന്നുണ്ട്, അറിയാലോ. എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടുതൽ ഞങ്ങളടുത്ത് പറയണത് ഇതിൽ 4 ഓപ്ഷൻസൊക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാൻ ഇനി. എനിവേ, താങ്ക് യു. അപ്പോൾ നമ്മൾ സൈക്കോളജിയിലും ഇതിലൊക്കെ ഇനി കാണാം. അതുപോലെ നിങ്ങൾ മോഡൽ പരീക്ഷകൾ എഴുതുമ്പോൾ ഉറപ്പായിട്ടും ആൻസർ കീയിൽ ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാം. അത് ചൂണ്ടിക്കാണിക്കണം. അപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സംതൃപ്തിയാണ്. കാരണം നിങ്ങളത് ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമ്മളെ കുടുംബത്തിലേക്ക് കൂടുതൽ ആളുകളെ ക്ഷണിക്കുന്നു. കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ചാനൽ എത്തിക്കൂ. നന്ദി.